ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഒരു വണ്ടി കൊണ്ട് പുറത്തിറങ്ങുന്ന സമയത്ത് പോലീസിൻ്റെയോ RTOയുടെ ചെക്കിങ്ങിൽ നമ്മൾ പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ കയ്യിൽ വണ്ടിയുടെ ഒറിജിനലായിട്ടുള്ള RCയോ ഇൻഷുറോ നമ്മുടെ കയ്യിൽ ഡ്രൈവിംഗ് ലൈസൻസോ ഒന്നും ഇല്ലെങ്കിൽ നല്ല ഫൈനായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാം ഒരു ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ഓൺലൈൻ യുഗമായതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മൊബൈലിൽ ഒരു Mparivahan എന്നൊരു ആപ്പ് ഉപയോഗിച്ചിട്ട് നമ്മുടെ വണ്ടിയുടെ ലൈസൻസും RCയും ഇൻഷുറും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും എല്ലാം ഇതിൽ നമുക്ക് ഡിജിറ്റൽ രേഖയായിട്ട് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. അപ്പോൾ പോലീസിൻ്റെ ചെക്കിങ് വരുന്ന സമയത്ത് നമുക്ക് ഇത് കാണിച്ചു കൊടുക്കാം എന്നാണ് പുതിയ ഒരു നിയമത്തിൽ പറയുന്നത്. അപ്പോൾ പഴയ പോലെ നമുക്ക് വണ്ടിയിൽ തന്നെ കൊണ്ടെടുക്കാൻ പറ്റും എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. കാരണം ഇപ്പോൾ കാറിലൊക്കെ ആണെങ്കിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. നേരെ മറിച്ച് ബൈക്കിലൊക്കെ ആകുമ്പോൾ നമ്മൾ നനയുന്ന പ്രശ്നം അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈൻ്റൊക്കെ ആയി പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ മൊബൈൽ എല്ലാവരുടെ കയ്യിലും ആകുന്നത് ഇപ്പോൾ ഉള്ളൊരു കാലമായതുകൊണ്ട് നമുക്ക് ഇതിൽ ഡിജിറ്റലായിട്ട് ഈ ഒരു ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ ചെക്കിങ് വരുന്ന സമയത്ത് അത് കാണിച്ചു കൊടുത്താൽ മതിയെന്നാണ് പുതിയൊരു നിയമത്തിൽ റൂൾസിൽ പറയുന്നത്. ഒരുപാട് പേർക്ക് അറിയുന്നൊരു ആപ്പ് തന്നെയാണ് ഈ Mparivahan എന്നുള്ളത്. അപ്പോൾ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് എങ്ങനെയാണ് ഇത് നമ്മൾ രേഖകൾ സൂക്ഷിച്ചു വെക്കുക, എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോർ പോയിട്ടാണ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നത് കേട്ടോ. Mparivahan എന്ന് അടിച്ചാൽ മതി. Mparivahan ഞാൻ ഇതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുക, അവിടെ പോയിട്ടും ചെയ്യാൻ പറ്റും. ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇങ്ങനെ വരുന്നിട്ടില്ലേ. ഇപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്യും. എങ്ങനെയാണ് ഇതിന് സിമ്പിൾ ഇട്ടാ ഈ റെഡ് കളറിൽ ഒരു കാറിൻ്റെ കണ്ടില്ല, ഇത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ വരുമ്പോൾ ആദ്യത്തെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരിക. അതിൽ ഓക്കെ നമ്മൾ കൊടുക്കുക. ഇവിടെ നമുക്ക് ഏത് വണ്ടീൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിലും അടിച്ചു കൊടുക്കാൻ പറ്റും. ഈ വണ്ടി നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ എൻ്റർ RC നമ്പർ ടു ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വണ്ടീന് സെർച്ച് ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ വീട്ടിലൊരു ആക്റ്റീവൻ്റെ നമ്പർ അടിച്ചു കൊടുക്കും കേട്ടോ. അവിടുത്തെ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ വണ്ടീൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് വരും. അതിൻ്റെ വണ്ടി ഏതാണ്, മറ്റേ രജിസ്ട്രേഷൻ ഡേറ്റ്, ഫിറ്റ്നസ്, ഇൻഷുറൻസിൻ്റെ ഡേറ്റ്, ടാക്സ്, RC ഓണറും ഒക്കെ വരും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏത് വണ്ടീൻ്റെ ഇവിടെ അടിച്ചു കൊടുക്കുക. വേറെ കാര്യം ശ്രദ്ധിക്കാനുള്ളത്, അതായത് നമ്മൾ വണ്ടീൻ്റെ RC നമ്പർ അടിച്ചു കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കേൾട്ടൺ J നമ്പർ 4 എന്ന് മാത്രം ഉള്ളെങ്കിൽ 4 അക്ക നമ്പറാണ് വണ്ടിക്ക് ആവശ്യമുള്ളത്, ഇവിടെ ആവശ്യമുള്ളത്. അപ്പോൾ വെറും നമ്പർ 4 മാത്രം ഉള്ളെങ്കിൽ ആദ്യം 3 0 ചേർത്തിട്ട് 4 കൊടുക്കുക. അല്ലെങ്കിൽ നമ്പർ 36 ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ 45 ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, ആദ്യം 2 0 കൊടുക്കുക, എന്നിട്ട് 45 അടിക്കുക. അപ്പോൾ മിക്ക വണ്ടിക്കും 4 നമ്പർ തന്നെ ആയതുകൊണ്ട് ഞാൻ ഇപ്പോൾ 79 90 എന്നുള്ളത് കറക്റ്റ് 4 അക്ക നമ്പർ കൊടുത്തുകൊണ്ട് അത് വരും. നിങ്ങളെ വണ്ടിക്ക് 4ൽ കുറവുള്ള ഒരു നമ്പറാണെങ്കിൽ 0 കൂടി ആഡ് ചെയ്തിട്ട് 4 നമ്പർ കറക്റ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരും, നമുക്ക് ഏത് വണ്ടിയും ഡീറ്റെയിൽസ് കാണിക്കാൻ പറ്റും. പിന്നെ നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ ആഡ് വിർച്വൽ ഡാഷ്ബോർഡ് ടു നമ്മളെ RCയും ലൈസൻസും നമ്മൾ ഡിജിറ്റലായിട്ട് ഈ ഫോണിൽ സൂക്ഷിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഈ ആപ്പിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഈ അടുത്ത ഭാഗത്ത് 3 ഡോട്ട് കണ്ടില്ലേ, അവിടെ സൈനിങ് എന്നൊരു ഓപ്ഷൻ കാണാം. ഈ സൈനിങ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മൊബൈൽ നമ്പർ കൊടുത്തു കഴിഞ്ഞിട്ട് രജിസ്ട്രേഷൻ ചെയ്യാതെ അല്ലെങ്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. മൊബൈൽ നമ്പർ കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു OTP വരും. OTP വന്നിട്ട് നമ്മൾ OTP ഇവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മതി. OTP വരാൻ ഒരു വെയിറ്റ് ചെയ്യുക. OTP വന്നിട്ടുണ്ട്. ഞാൻ OTP അടിച്ചു. ഇനി വെരിഫൈ ചെയ്യാം. ഇപ്പോൾ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ട് കേട്ടോ, നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ഉണ്ട്. നമുക്ക് വേണ്ടത് RC. നേരത്തെ നിങ്ങൾക്ക് ഏത് വണ്ടീൻ്റെ RC നമ്മൾ സെർച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ അല്ലേ. RC നമ്പർ വണ്ടി നമ്പർ അടിച്ചു കൊടുത്താൽ മതി. നേരത്തെ ഞാൻ അടിച്ച വണ്ടി നമ്പർ ഒന്നുകൂടി അടിക്കുക. ആദ്യം വണ്ടി നമ്പർ അടിച്ചു കഴിഞ്ഞാൽ വണ്ടീൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വരും.
നമുക്ക് വേണ്ടത് ഇത് ഡിജിറ്റൽ രേഖ ആയിട്ട് ഫോണിൽ സൂക്ഷിക്കണം. അതിനു വേണ്ടി എന്ത് ചെയ്യുക, ആഡ് ടു ഡാഷ്ബോർഡ് വിർച്വൽ RC തൊട്ട് താഴെ കണ്ടില്ലേ വിർച്വൽ RC എന്നുള്ള അത് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മളെ ആവശ്യം എന്താ വെച്ചാൽ നമ്മളെ ഡിജിറ്റലായിട്ട് ഇതിൽ കാണിക്കണം. ഇപ്പോൾ നമ്മൾ ചേസ് നമ്പറിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റ്, അതേപോലെ എൻജിൻ നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് ഇവിടെ അടിച്ചു കൊടുക്കുക. നമ്മൾ RCയിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഒറിജിനൽ RC നോക്കി കഴിഞ്ഞാൽ ചേസ് നമ്പർ കാണും. അതിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ 4 ഡിജിറ്റ്. ഞാൻ ഇവിടെ എൻ്റെ വണ്ടീൻ്റെ ഉള്ളത് 4711 അതാണ്. അതേപോലെ എൻജിൻ നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 5090 അവിടെ രണ്ടും അടിച്ചു. എന്നിട്ട് വെരിഫൈ എന്ന് കണ്ടോ, വെരിഫൈ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളത് ഗോ ടു ഡാഷ്ബോർഡ് ചെക്ക് യുവർ RC ഡീറ്റെയിൽസ് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ RC ഇതിലോട്ട് സേവ് ആയിട്ട്, അതായത് ഡിജിറ്റൽ രേഖ ആയിട്ട് സേവ് ആയിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്ത് അങ്ങനെ വരും, കറക്റ്റ് ഡീറ്റെയിൽസ് വരും. ഒരു ബാർകോഡ് സ്കാനറൊക്കെ വരും. നമുക്കൊരു വണ്ടി ചെക്കിങ്ങിൽ പെട്ട് കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാർക്ക് ഈ ഒരു ഡീറ്റെയിൽസ് കാണിച്ചു കൊടുത്താൽ മതി, അവർക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. എല്ലാം ഉണ്ടാവും ഇതിൽ. ചേസ് നമ്പർ, എൻജിൻ നമ്പർ, വണ്ടീൻ്റെ മോഡൽ, ഇഷ്യൂ ഡേറ്റ്, വാലിഡ്, വെഹിക്കിൾ ചേസ് നമ്പർ, ഫ്യൂവൽ ടൈപ്പ്, കളറ് എന്താണ്, സീറ്റ് കപ്പാസിറ്റി, ഇൻഷുറൻസിൻ്റെ രേഖ മൊത്തം ഇതിൽ കിട്ടും. അതായത് നമ്മൾ ഇൻഷുറൻസിൻ്റെ പേപ്പർ സെപ്പറേറ്റ് കൊണ്ടെടുക്കേണ്ട ആവശ്യമില്ല, അതും ഇതിൻ്റെ കൂടെ അറ്റാച്ച് ആയിട്ട് വരും. വണ്ടിയുടെ ഫിറ്റ്നസ് എന്നാണ്, ടാക്സ് ഒക്കെ വരും. അപ്പോൾ RC ഇപ്പോൾ നമ്മൾ ഇതിൽ സേവ് ആക്കിയിട്ടുണ്ട്. നമുക്ക് വേണ്ട ലൈസൻസും കൂടി സേവ് ആക്കണം. ലൈസൻസ് സേവ് ആക്കാൻ വേണ്ടി ഏറ്റവും മുകളിൽ ഈ ഡാഷ്ബോർഡ് കണ്ടില്ലേ, അപ്പോൾ RC ഡാഷ്ബോർഡാണ് നിങ്ങൾക്ക്. അതേപോലെ ഡാഷ്ബോർഡിൽ സെലക്ട് ചെയ്തിട്ട് RC അല്ലെങ്കിൽ DL രണ്ടെണ്ണം കണ്ടില്ലേ. അപ്പോൾ RC നമ്മൾ ചെയ്തു. ഇനി DL എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ്, നമ്മൾ അത് സെലക്ട് ചെയ്യുക DL. ഇതേപോലെ ലൈസൻസിൻ്റെ നമ്പർ ഉണ്ടല്ലോ, അതേപോലെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. 1965 ഞാൻ എൻ്റെ ലൈസൻസിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തു, നമ്പർ കൊടുത്തു, സെർച്ച് ചെയ്യാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് സെർച്ച് ചെയ്യുമ്പോൾ അത് അലേർട്ട് നമ്മളെ ലൈസൻസിൻ്റെ നമ്മളെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കും അവർ. അതൊന്ന് ഇവിടെ അടിച്ചു കൊടുക്കുക. അത് അടിച്ചു കൊടുത്തിട്ട് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടോ നമ്മളെ ലൈസൻസിൻ്റെ കറക്റ്റ് എല്ലാ ഡീറ്റെയിൽസും ഇതിൽ വരും. നമ്മൾ RC നേരത്തെ കാണിച്ച പോലെ തന്നെ. അപ്പോൾ ഇതും നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഡിജിറ്റൽ രേഖയായിട്ട് സേവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി തൊട്ട് താഴെ കണ്ടില്ല ആഡ് ടു ഡാഷ്ബോർഡ് ഫോർ വിർച്വൽ DL എന്നുള്ളത്, അത് ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഒന്നും കൂടി നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കും, ഒന്നും കൂടി നമ്മൾ അടിച്ചു കൊടുക്കുക. എന്നിട്ട് വെരിഫൈ കൊടുക്കുക. ഉണ്ടോ വരുന്നു, ഓക്കെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ലൈസൻസിൻ്റെ രേഖയും ഇതിൽ വരും, അതും സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഉണ്ടോ ഈ ബാർകോഡറും അതിൻ്റെ ഡീറ്റെയിൽസും ബ്ലഡ് ഗ്രൂപ്പൊക്കെ മൊത്തം വരും. അപ്പോൾ നമുക്ക് ഈ രണ്ട് കാര്യങ്ങളും, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ഇപ്പോൾ ഡാഷ്ബോർഡ് തുറന്നു നോക്കിയാൽ നമുക്ക് നമ്മളെ ലൈസൻസ് കിട്ടും, അതുപോലെ RC രണ്ടും ഇതിൽ സേവ് ആണ്. ഇൻഷുറിൻ്റെ കാര്യങ്ങൾ കിട്ടും, എല്ലാം കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്പ് കൊണ്ട് വേറെ മെച്ചെന്ന് പറഞ്ഞാൽ നമ്മളെ വണ്ടീൻ്റെ മാത്രമല്ല വേറെ വണ്ടീൻ്റെ സൂക്ഷിക്കാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മൾ വീട്ടിൽ 1, 2, 3 വണ്ടികളൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പലതിനും പല RC ഒക്കെ ആയിരിക്കും, വീട്ടിലെ പല ആൾക്കാരുടെ പേരിലായിരിക്കും. നമുക്ക് ഈ ആപ്പ് വഴി ഒന്നിൽ കൂടുതൽ RCയും ഒന്നിൽ കൂടുതൽ ലൈസൻസിൻ്റെ രേഖകളൊക്കെ ഇതിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീട്ടിലൊന്ന് ഏത് വണ്ടി എടുത്ത് പോവുകയാണെങ്കിലും കയ്യിൽ ഡയറക്റ്റ് ഇതിൻ്റെ രേഖകളും പേപ്പറൊന്നും ഇല്ലെങ്കിലും ഇത് കാണിച്ചു കൊടുത്താലും അവർക്ക് ഈ പുതിയ നിയമം അനുസരിച്ച് ഇത് മതിയെന്നാണ് നമ്മളെ പുതിയ വാർത്തയിലൊക്കെ കണ്ടിട്ടുള്ള സംഭവം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. പിന്നെ ഈ ഒരു ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ അതിനും ബുദ്ധിമുട്ടാണെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെയുള്ള ആ ഒരു ബോക്സിൽ ഞാനിതിൻ്റെ ലിങ്ക് കൊടുക്കുക, അത് പോയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റു ഫ്രണ്ട്സിനും അറിയിച്ചു കൊടുക്കുക. കാരണം ഇത് കുറച്ച് മുമ്പ് ഇറങ്ങിയിട്ടുള്ള പരിപാടിയാണ്, എന്നാലും എനിക്കൊരു പുതിയ അറിവായപ്പോൾ ഞാനിങ്ങനെ ചെയ്തു എന്നുള്ളൂ. അപ്പോൾ ഓക്കെ, ശരി. അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ചു തന്ന വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ മറ്റു ഫ്രണ്ട്സിനും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങളെ മറ്റു സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിൽ കാണാം. അതുവരേക്കും